കർത്താവ് നിങ്ങളോടുകൂടെ അങ്ങേ ആത്മാവോടും കൂടെ. വിശുദ്ധ ലൂക്ക അറിയിച്ച പരിശുദ്ധ സുവിശേഷത്തിൽ നിന്ന്. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അധ്യായം 12, 39 മുതലുള്ള തിരുവചന ഭാഗം. അക്കാലത്ത് യേശു ശിഷ്യന്മാരോട് അരുൾ ചെയ്തു, ഇതറിഞ്ഞുകൊള്ളുവിൻ, കള്ളൻ ഏതു മണിക്കൂറിൽ വരുമെന്ന് ഗൃഹനായകൻ അറിഞ്ഞിരുന്നെങ്കിൽ തൻ്റെ വീട് കുത്തി തുറക്കാൻ അനുവദിക്കുമായിരുന്നില്ല. നിങ്ങളും ഒരുങ്ങിയിരിക്കുവിൻ, എന്തെന്നാൽ പ്രതീക്ഷിക്കാത്ത മണിക്കൂറിലാണ് മനുഷ്യപുത്രൻ വരുന്നത്. പത്രോസ് ചോദിച്ചു, കർത്താവേ, ഈ ഉപമ പറയുന്നത് ഞങ്ങൾക്ക് വേണ്ടിയോ എല്ലാവർക്കും വേണ്ടിയോ? അപ്പോൾ കർത്താവ് പറഞ്ഞു, വീട്ടുജോലിക്കാർക്ക് യഥാസമയം ഭക്ഷണം കൊടുക്കേണ്ടതിന് യജമാനൻ അവരുടെ മേൽ നിയമിക്കുന്ന വിശ്വസ്തനും വിവേകിയുമായ കാര്യസ്ഥൻ ആരാണ്? യജമാനൻ വരുമ്പോൾ ജോലിയിൽ വ്യാപൃതനായി കാണപ്പെടുന്ന ഭൃത്യൻ ഭാഗ്യവാൻ. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, അവൻ തൻ്റെ സകല സമ്പത്തുകളുടെയും മേൽ അവനെ നിയമിക്കും. എന്നാൽ ആ ഭൃത്യൻ തൻ്റെ യജമാനൻ വരാൻ വൈകും എന്നുള്ളിൽ കരുതി യജമാനൻ്റെ ദാസന്മാരെയും ദാസിമാരെയും അടിക്കാനും തിന്നുകുടിച്ച് ഉന്മത്തനാകാനും തുടങ്ങിയാൽ പ്രതീക്ഷിക്കാത്ത ദിവസത്തിലും അറിയാത്ത മണിക്കൂറിലും യജമാനൻ വരികയും അവനെ ശിക്ഷിച്ച് അവൻ്റെ പങ്ക് അവിശ്വാസികളോടുകൂടെ ആക്കുകയും ചെയ്യും. യജമാനൻ്റെ ഹിതം അറിഞ്ഞിട്ടും അതനുസരിച്ച് പ്രവർത്തിക്കുകയോ അതിനൊരുങ്ങുകയോ ചെയ്യാത്ത ഭൃത്യൻ കഠിനമായി പ്രഹരിക്കപ്പെടും. എന്നാൽ അറിയാതെയാണ് ഒരുവൻ ശിക്ഷാർഹമായ തെറ്റ് ചെയ്യുന്നതെങ്കിൽ അവന് ലഘുവായേ പ്രഹരിക്കപ്പെടുകയുള്ളൂ. അധികം ലഭിച്ചവനിൽ നിന്നും അധികം ആവശ്യപ്പെടും, അധികം ഏൽപ്പിക്കപ്പെട്ടവനോട് അധികം ചോദിക്കും. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. ഈശോയിൽ പ്രിയപ്പെട്ടവരെ, നമുക്ക് വളരെ പ്രിയങ്കരനായൊരു വ്യക്തിയാണ് ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ. കാരണം നമ്മളൊക്കെ കണ്ടിട്ടുള്ള, നമ്മുടെ കാലത്ത് ജീവിച്ച് നന്നായിട്ട് ജീവിച്ച് മരിച്ച് സ്വർഗത്തിലെത്തിയ ഒരു വ്യക്തി. അദ്ദേഹത്തിൻ്റെ ഒരു ആപ്തവാക്യം നമ്മുടെ ഹൃദയത്തിൽ സൂക്ഷിക്കുന്ന നല്ലതാണ്. തോത്തുസ് തൂവും എന്ന് പറഞ്ഞാൽ ടോട്ടലി യുവേഴ്സ്. കർത്താവേ, ഞാൻ പൂർണ്ണമായിട്ടും നിനക്കുള്ളതാണ്. ഓരോ ക്രിസ്ത്യാനി ഊണിലും ഉറക്കത്തിലും പറയേണ്ട, അല്ലെങ്കിൽ ഉള്ളുകൊണ്ട് പറഞ്ഞുകൊണ്ടിരിക്കേണ്ട ഒരു കാര്യമാണ്, കർത്താവേ, ഞാൻ മുഴുവനായും നിനക്കുള്ളതാണ്. നീ എന്നെ സ്വന്തമാക്കി എന്നെ നയിക്കണം എന്നുള്ള ആ ഒരു കാഴ്ചപ്പാട്. നമുക്കറിയാം, ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ വിശുദ്ധ കുർബാനയെ പ്രണയിച്ചൊരു വ്യക്തിയാണ്. പരിശുദ്ധ കന്യാമറിയം, മരിയഭക്തി, അതിൽ ആഴപ്പെട്ട് ജീവിച്ച ഒരു വ്യക്തിയാണ്. നമ്മളൊക്കെ ഒരു ദിവസം ഒരു കൊന്തയെല്ലാം കഷ്ടപ്പെടുക. ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ ഒരു ദിവസം തന്നെ 10-15 പ്രാവശ്യം ജപമാല പ്രാർത്ഥന. അത് ചിലപ്പോൾ അത് തുടങ്ങി എനിക്ക് പ്രധാനപ്പെട്ട ഒരു സന്ദർശനമാണ്. അവിടെ ചെന്ന് ഫ്ലൈറ്റ് ഇറങ്ങിയിട്ടും ആളിറങ്ങി വരുന്നില്ല. കാരണം കുറച്ചുകൂടെ ആ കൊന്ത തീരാനുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇറങ്ങാമെന്ന് പറഞ്ഞു. അത്രമാത്രം പ്രാർത്ഥനയ്ക്ക് പ്രാധാന്യം കൽപ്പിച്ച് ജീവിച്ച ഒരു വ്യക്തിയാണ് ഈ വിശുദ്ധൻ എന്നുള്ളത് നമ്മൾ മറക്കരുത്. തൻ്റെ ജീവിതത്തിൽ ഒരുപാട് സഹനങ്ങൾ ഏറ്റെടുത്ത് അതെല്ലാം കാഴ്ചവെച്ചു. മാത്രമല്ല, സഭയോട് ആവശ്യപ്പെട്ട ഒരു കാര്യം, നിങ്ങളെല്ലാവരുടെയും സഹനം എനിക്ക് വേണം. 3rd മില്ലേനിയത്തിലേക്ക് സഭയെ നയിക്കാനായിട്ട് നമുക്ക് ഈ സഹനങ്ങളെല്ലാം ആവശ്യമാണ്. അങ്ങനെ പറഞ്ഞ് സഹനങ്ങൾ വേസ്റ്റാക്കാതെ അതെല്ലാം കാഴ്ചവെച്ച് നിധിയാക്കാൻ ആവശ്യപ്പെട്ട, അത് പഠിപ്പിച്ച ഒരു വ്യക്തിയാണ് ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ എന്നുള്ളത് നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരു കാര്യമാണ്. വേണമെങ്കിൽ ഈ വിശുദ്ധനെ പോലെ നമുക്ക് നന്നായിട്ട് ജീവിച്ച് മരിച്ച് സ്വർഗത്തിൽ പോകാം. ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ മരിച്ച സമയത്ത് ആളുകൾ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞുകൊണ്ടിരുന്ന ഒരു കാര്യമുണ്ട്, ഇപ്പോഴേ പ്രഖ്യാപിച്ചോ വിശുദ്ധനെന്ന്. കാരണം അതുപോലെ ജീവിച്ചൊരു വ്യക്തി ആയതുകൊണ്ട് ജനം വിളിച്ചു പറഞ്ഞൊരു കാര്യമാണ്, ഇപ്പോഴേ പ്രഖ്യാപിച്ചോ വിശുദ്ധനെന്ന്. നമ്മൾ വിശുദ്ധരാണെന്ന് പറഞ്ഞിട്ട് എന്ത് കാര്യം? മറ്റുള്ളവർ പറയണം, ലോകം പറയണം. അതിന് അതുപോലെ കറതീർന്ന ഒരു ജീവിതം നയിക്കാൻ നമുക്ക് സാധിക്കണം. അപ്പോഴാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സാധ്യമാവുക എന്ന കാര്യം നമ്മൾ ഒരിക്കലും മറക്കരുത്.
ഇന്നത്തെ ആദ്യ വായന നമ്മെ ഓർമ്മിപ്പിക്കുന്നു. 2-3 കാര്യങ്ങൾ നമ്മുടെ ഹൃദയത്തിലേറ്റി ജീവിക്കേണ്ടവരാണ് നമ്മൾ. നമുക്കറിയാമല്ലോ, നിയമാവർത്തനം 30:15 വായിച്ചാൽ നിൻ്റെ മുമ്പിൽ രക്ഷയും ശിക്ഷയുമുണ്ട്. നിനക്ക് ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കാം. അത്രമാത്രം സ്വാതന്ത്ര്യം ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. നമുക്ക് ഏത് വേണമെങ്കിലും തിരഞ്ഞെടുക്കാം. സ്വർഗത്തിലേക്കുള്ള വഴി തിരഞ്ഞെടുക്കണമെങ്കിൽ അത് തിരഞ്ഞെടുക്കാം. നരകത്തിലേക്കുള്ള വഴി തിരഞ്ഞെടുക്കണമെങ്കിൽ അത് തിരഞ്ഞെടുക്കാം. നിൻ്റെ മുമ്പിൽ ഈ സാധ്യതകൾ ഉണ്ട് എന്നുള്ളത് കർത്താവ് നമ്മെ വചനത്തിൽ ഓർമ്മിപ്പിക്കുന്നു. ഇന്നത്തെ ആദ്യ വായനയിൽ നമ്മൾ കണ്ടൊരു കാര്യം, റോമാലേഖനം 6:16 നമുക്ക് തരുന്ന ഒരു സന്ദേശം. വേണമെങ്കിൽ നിനക്ക് പാപത്തിൻ്റെ അടിമയാകാം, വേണമെങ്കിൽ നിനക്ക് അനുസരണത്തിലൂടെ യേശുവിൻ്റെ അടിമയാകാം. ഏത് വേണേലും നിനക്ക് തിരഞ്ഞെടുക്കാം. നമ്മൾ അനുസരണമുള്ള മക്കളായി മാറുമ്പോൾ യേശുവിൻ്റെ അടിമകളായി മാറുന്നു. കർത്താവിൻ്റെ വചനം കൃത്യമായിട്ട് നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്, നിൻ്റെ ശരീരത്തിൽ ഭരണം നടത്തുന്നത് ആരാണെന്ന് നീ തിരിച്ചറിയണം. നമുക്കറിയാമല്ലോ, നമ്മൾ മാറി മാറി വരുന്ന ഭരണം നമ്മൾ അനുഭവിച്ചിട്ടുള്ളതാണ്. മാർക്സിസ്റ്റുകാർ ഭരിക്കുമ്പോൾ അവരെ അനുകൂലിക്കുന്ന വ്യക്തികളാണെങ്കിൽ അവർക്കൊരു സുഖമാണ്, കംഫർട്ടാണ്. കോൺഗ്രസ്സുകാർ ഭരിക്കുമ്പോഴാണെങ്കിൽ അവരെ അനുകൂലിക്കുന്നവർക്ക് ഒരു കംഫർട്ട്. എന്തെങ്കിലുമൊക്കെ സംഭവിച്ചാലും നമുക്ക് പിടിക്കാൻ ആളുണ്ട്, അപ്പോൾ അവർ നമ്മെ സഹായിക്കും എന്നുള്ള ആ ഒരു ചിന്ത നമ്മളെ ഭരിക്കാറുള്ള കാര്യമാണ്. എന്ന് പറഞ്ഞ പോലെ പാപത്തിൻ്റെ അടിമയായി ജീവിക്കുമ്പോൾ, പാപം ചെയ്യുമ്പോൾ ഒരു മനസാക്ഷിക്കടിയേക്കാൾ നമുക്കൊരു കംഫർട്ടായിരിക്കും ചിലപ്പം അനുഭവപ്പെടുക. പക്ഷേ യേശുവിൻ്റെ അടിമയായി ജീവിക്കുന്ന വ്യക്തി ഒരു പാപം ചെയ്തു കഴിഞ്ഞാൽ ആ സുഖം അവർക്കുണ്ടാകത്തില്ല, അസ്വസ്ഥതയായിരിക്കും അവരെ ഭരിക്കുക. അങ്ങനെയുള്ളവർക്കാണ് അനുദപിച്ച് മാനസാന്തരപ്പെട്ട് വീണ്ടും അവർക്ക് ആ കൃപയിലേക്ക് വന്ന് ജീവിക്കാനായിട്ട് സാധിക്കുന്നത് എന്ന കാര്യം നമ്മൾ ഓർത്തിരിക്കണം. ഇന്നത്തെ സുവിശേഷ ഭാഗവും നമ്മെ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഒരുങ്ങിയിരിക്കേണ്ടവരാണ്, ഒരുങ്ങിയിരിക്കേണ്ടവർ. അതിനാവശ്യമായിട്ടുള്ള 1-2 കാര്യങ്ങൾ ഇന്നത്തെ ആദ്യ വായനയിൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കും. നീതിപൂർവ്വം നമ്മൾ ജീവിക്കണം, കൃപയിലുള്ള ജീവിതം നമ്മൾ ഏറ്റെടുക്കണം. അതെല്ലാം ചെയ്യുന്നവർ, ഇപ്പം അനുസരണമുള്ളവർ, നീതിപൂർവ്വം ജീവിക്കുന്നവർ, അതുപോലെ തന്നെ ആ കൃപയിൽ ജീവിക്കുന്ന വ്യക്തികൾ ഒരുക്കമുള്ളവരാണ്. നമ്മൾ ഉറക്കത്തിൽ മരിച്ചു പോയാൽ ഒരു കുഴപ്പമില്ല. ഇനി അതല്ല, നമ്മൾ പാപത്തിൻ്റെ അടിമകളായി ജീവിക്കുന്നവരാണെങ്കിലും അവസാനം മരിക്കാൻ പോവാമെന്നും പറഞ്ഞ് കയ്യും കൂപ്പി കർത്താവ് ഈ ആത്മാവിനോട് കരുണയായിരിക്കണമേ എന്ന് പറഞ്ഞാൽ അതിനെന്തുമാത്രം പ്രസക്തി ഉണ്ടെന്ന് നമുക്കറിയാം. അതുകൊണ്ട് നമ്മെ സംബന്ധിച്ചിടത്തോളം നന്നായിട്ട് ജീവിക്കണം. നമ്മൾ കണ്ടല്ലോ, ഒരു യജമാനൻ വരുന്നത് കാത്ത് ഉറക്കളിച്ചിരിക്കുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള കാര്യമല്ല. പക്ഷേ അങ്ങനെ ഇരിക്കുന്ന ഭൃത്യൻ അവൻ അനുഗ്രഹിക്കപ്പെടും, അവന് വലിയ സ്ഥാനമുണ്ടാകും, മാനമുണ്ടാകും എന്നുള്ളതൊക്കെ ഇന്നത്തെ സുവിശേഷ ഭാഗത്ത് നമ്മൾ വായിച്ചു കേട്ടതാണ്. നമുക്ക് വേണ്ടത് സുഖജീവിതമാണോ, യഥാർത്ഥ ക്രിസ്തീയ ജീവിതമാണോ? യഥാർത്ഥ ക്രിസ്തീയ ജീവിതമാണെങ്കിൽ യേശുവിനോട് ഐക്യപ്പെട്ട് വിശുദ്ധ ജീവിതം നയിക്കാൻ ആഗ്രഹിക്കുന്നവരെല്ലാം പീഡിപ്പിക്കപ്പെടും. അതിൻ്റെ ഭാഗമായിട്ട് അങ്ങനെയുള്ള സമയങ്ങളിലൊക്കെ നമുക്ക് പിടിച്ചു നിൽക്കാൻ ആവശ്യമായിട്ടുള്ളത്, നമുക്ക് രോഗങ്ങളോ ക്ലേശങ്ങളോ വന്നിട്ട് ഉറങ്ങാതെ കിടക്കുന്ന ഒരു സാഹചര്യം വരുമ്പോൾ ഉണർന്നിരുന്നേക്കാം എന്നല്ല ചിന്തിക്കുക. ഉറങ്ങാനുള്ള അവസ്ഥകൾ, സാഹചര്യങ്ങളൊക്കെ ഉള്ളപ്പോഴും ഒരു ജാഗരണ പ്രാർത്ഥന നടത്താനും ഒരു ഉപവാസ പ്രാർത്ഥന നടത്താനും അതിലൂടെ കുറച്ച് ത്യാഗമെടുത്ത് നമുക്ക് വേണ്ടിയും ലോകം മുഴുവന് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കാൻ സാധിക്കുന്നവർ അവരൊരുക്കമുള്ളവരാണ്. ഒരുങ്ങി ഉണർന്നിരിക്കുന്ന വ്യക്തികളായിട്ട് അവരെ കാണാൻ പറ്റും. അങ്ങനെയുള്ളവർക്കുള്ളതാണ് സ്വർഗം എന്നുള്ളത് കർത്താവിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുകയാണ്. ഈ ഒരു സന്ദേശം ഉൾക്കൊണ്ടുകൊണ്ട് അതനുസരിച്ച് ജീവിക്കുവാൻ വേണ്ട കൃപയ്ക്കും അനുഗ്രഹത്തിനുമായിട്ട് ഇന്നത്തെ ബലിയിൽ ദൈവത്തോട് നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കുകയും ചെയ്യാം.